ഹലോ, എൻ്റെ പേര് ഡോക്ടർ ജേക്കബ് ഈപ്പൻ മാത്യു, കൺസൾട്ടൻറ്റ് സ്പൈൻ സർജനാണ്, ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ എടപ്പള്ളിയിൽ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സാധാരണമായ ബാക്ക് പെയിൻ, സാധാരണമായ നടുവേദന, അതിനുള്ള കുറച്ച് വീട്ടുവൈദ്യങ്ങൾ അല്ലെങ്കിൽ ഹോം റെമഡീസ്. ബാക്ക് പെയിനെ പറ്റി അല്ലെങ്കിൽ നടുവേദനയെ പറ്റി എല്ലാവർക്കും ഒരു ചെറിയ ധാരണയുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പൈനിനെ പറ്റി അല്ലെങ്കിൽ ന്യൂറോ സർജറി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആണ് ആദ്യമായിട്ട് ഞാൻ അറിയുന്നത് 90% പേർക്കും എപ്പോഴേലും ഒരു ബാക്ക് പെയിൻ്റെ പ്രോബ്ലം വരും. ഈവൻ അപ് ടു 100% ആളുകൾക്കും ലൈഫിൽ എപ്പോഴേലും ഒരു ബാക്ക് പെയിൻ പ്രോബ്ലം വരാം. അപ്പം നമ്മുടെ ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 3 കാറ്റഗറി മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇപ്പം ബാക്ക് പെയിൻ ഉള്ളവർ. 2, ബാക്ക് പെയിൻ വന്നവർ. 3, ഇനിയും ബാക്ക് പെയിൻ വരാനിരിക്കുന്നവർ. സോ ഇതൊരു അത്രയും വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ 3ാമത്തെ കാറ്റഗറിയിലായിരുന്നു എന്ന് വെച്ചാൽ ബാക്ക് പെയിൻ ഇനി വരാനിരിക്കുന്ന ഒരാൾ. അപ്പം എനിക്ക് ബാക്ക് പെയിൻ വന്നപ്പോൾ എനിക്ക് ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സ്പെഷ്യലി ആ ഒരു നടുവേദന വരുമ്പോൾ ഉള്ള ആ ഒരു ഡിസ്ട്രെസ്, ആ ഒരു വേദന, അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തത്. സ്പെഷ്യലി എനിക്കത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം വന്നു. ബട്ട് അതിൽ നിന്ന് ആ സമയത്ത് നമ്മൾക്കുണ്ടാവുന്ന ആ ഒരു ഡിസ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചിന്തകൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്തെങ്കിലും സീരിയസ് മാറ്റർ ആണോ, നട്ടൽ സംബന്ധമായ അല്ലെങ്കിൽ ഡിസ്ക് പോയതാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടോ എന്നാണ് നാച്ചുറലി നമ്മൾ ചിന്തിക്കുന്നത്. സോ ഇത്രയും ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു 35-40 ഇയേഴ്സ് ഉള്ള ഒരു മനുഷ്യൻ, കുട്ടികളായി, കുറച്ച് കുടവയറൊക്കെ ആയി, ലെറ്റ്സ് സേ ഒരു IT പ്രൊഫഷണലാണ്. അപ്പം വെയിറ്റൊക്കെ കൂടി, എക്സസൈസിനൊന്നും സമയമില്ല, ഓഫീസിൽ പോകുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു. അപ്പം ആളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അറിയാമല്ലോ, അത്രയൊരു പ്ലാൻഡ് ഒരു ലൈഫ് സ്റ്റൈൽ അല്ല. ഈറ്റിംഗ് ഹാബിറ്റ്സ്, പല കാര്യങ്ങളും ഒരു സെറ്റല്ല. അങ്ങനത്തെ ആളുകളിൽ പലപ്പോഴും ഒരു ബാക്ക് പെയിൻ പ്രോബ്ലം അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള നടുവേദന വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. IT പ്രൊഫഷണൽ സ്പെഷ്യലി ഇതിന് ഇരയാണ്. വേറെ ചില പ്രൊഫഷൻസ് ഉണ്ട് ബാക്ക് പെയിൻ കൂട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നഴ്സിംഗ്, ഡെൻ്റൽ, അങ്ങനത്തെ ചില പ്രൊഫഷൻസ് കുറേ നേരം ഇരിക്കേണ്ടി വരുന്ന കുറേ പ്രൊഫഷൻസ് ഉണ്ട്. അതിലൊക്കെ ഈ ടൈപ്പ് നടുവേദന വളരെ കോമൺ ആണ്. അപ്പോൾ എന്താണ് ഈ സിമ്പിൾ നടുവേദന എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി വറി അടിക്കേണ്ടാത്ത ടൈപ്പ് ഓഫ് നടുവേദന. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ചിലപ്പോൾ നമ്മൾ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ സാധാരണ ചെയ്യാത്ത കുറച്ച് ആക്ടിവിറ്റി, ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് കുനിയുക, ആ സമയത്ത് പെട്ടെന്ന് ഒന്ന് നടുവലിക്കാം. അപ്പം അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പെയിൻ ആവാനാണ് കൂടുതൽ സമയം ചാൻസ്. പക്ഷെ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഈ സിമ്പിൾ നടുവേദന, എന്തെങ്കിലും സീരിയസ് നടുവേദന, എങ്ങനെ നമുക്കത് വ്യത്യാസപ്പെടുത്താൻ പറ്റും? സോ സിമ്പിളായിട്ടുള്ള നടുവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിലോട്ടൊന്നും പെയിൻ ഉണ്ടാകരുത്. സോ നോ റേഡിയേറ്റിംഗ് പെയിൻ, കാലിലോട്ട് പെയിൻ ഇല്ല, ഫീവർ ഇല്ല. നമുക്ക് ആ സമയത്ത് വെയിറ്റ് ലോസോ അല്ലെങ്കിൽ ആഹാരത്തിന് നമ്മൾ കുറച്ച് ആഹാരം കഴിക്കുകയോ, ആപ്പറ്റൈറ്റ് ഇല്ലാതെ പോവുകയോ, അല്ലെങ്കിൽ ഒരു ഏജിന് മേളിലുള്ളവർ, 60 വയസ്സിന് മേളിലുള്ളവർ, അല്ലെങ്കിൽ ക്യാൻസറിന് നേരത്തെ ഒരു ക്യാൻസർ ഹിസ്റ്ററി ഉള്ളവർ, അല്ലെങ്കിൽ TB ഹിസ്റ്ററി ഉള്ള ആൾക്കാർ, ഈ കാറ്റഗറിയിലല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ പെയിൻ വന്നു കഴിഞ്ഞാൽ അത്
ഒരു സിമ്പിൾ ബാക്ക് പെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും അത് സ്പെഷ്യലി അത് കുറച്ച് ദിവസങ്ങൾക്ക് മീൻസ് ഒരു അക്യൂട്ടായിട്ട് വരുന്ന ഒരു പെയിൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ള ഒരു ടൈപ്പ് പെയിൻ. ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഞാനിപ്പോൾ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആ ഒരു കാറ്റഗറി ആണെങ്കിൽ അത് വീട്ടിൽ തന്നെ ചികിത്സിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് നടുവേദന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അത് തന്നെ ശരിയാവും. അതിനെപ്പറ്റി ഒത്തിരി വറിയടിക്കേണ്ട ആവശ്യമില്ല. മിക്കവാറും അതിൻ്റെ കാരണം നട്ടൽ റിലേറ്റഡ് ആവണമെന്നില്ല, അല്ലെങ്കിൽ സ്പൈൻ, ബോൺസോ അല്ലെങ്കിൽ ഡിസ്കോ അതിൻ്റെ റിലേറ്റഡ് ആവണമെന്നില്ല. പലപ്പോഴും ഇത് ലിഗമെൻ്റ് എന്ന് വെച്ചാൽ ഒരു മസിൽ, രണ്ട് ജോയിൻ്റ് തമ്മിൽ കൂട്ടുന്ന ഒരു ദശയാണ് ഈ ലിഗമെൻ്റ്, അല്ലെങ്കിൽ മസിൽ അല്ലെങ്കിൽ മസിൽ അറ്റാച്ച് ചെയ്യുന്ന ടെൻഡൻ. ഇവിടെയൊക്കെ ആകാം ഈ വേദന. അത് ഒരു മസിൽ ഇഞ്ചുറിയാണ്. പലപ്പോഴും ഈ മസിൽ ഇഞ്ചുറി ഒരു പുവർ പോസ്ചർ അല്ല നല്ല രീതിയിൽ ഇരിക്കാത്തത് കൊണ്ടോ എന്തെങ്കിലും ഒരു വീഴ്ചയിൽ നിന്നോ പെട്ടെന്നുള്ള ഒരു മൂവ്മെൻറ്റിൽ നിന്നോ ആവാം. സോ മോസ്റ്റ് ഓഫ് ദ ടൈം അതൊരു മസിൽ റിലേറ്റഡ് അല്ലെങ്കിൽ ലിഗമെൻ്റ് റിലേറ്റഡ് ആണ്. ഇത് വളരെ സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനത്തെ ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വീട്ടുവൈദ്യങ്ങളുണ്ട്. ഒന്ന്, കുറച്ച് റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ പെയിൻ വരുമ്പോൾ നമ്മൾ ബാക്കിന് ഹീൽ ചെയ്യാൻ സമയം കൊടുക്കണം. റെസ്റ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യം പലപ്പോഴും ഇല്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് മാത്രം ബാത്റൂമിൽ പോവുകയോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുകയോ ബാക്കി ടൈം ഒരു 2 ദിവസത്തേക്ക് മിനിമം റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു ബാക്ക് അല്ലെങ്കിൽ മസിൽ ഹീൽ ആവാൻ വേണ്ടിയുള്ള ഒരു സമയം കൊടുക്കുകയാണ്. രണ്ടാമത്, വെയിറ്റ് എടുക്കുകയും കുനിയുകയും അവോയ്ഡ് ചെയ്യുക. വെയിറ്റ് എടുക്കുമ്പോൾ ആ മസിലിലോട്ട് സ്ട്രെസ് വരും, അല്ലെങ്കിൽ കുനിയുമ്പോഴും ഇതുണ്ടാവാം. പിന്നെ 2 വീലർ 3 വീലർ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ സെയിം പ്രോബ്ലംസ് അല്ലെങ്കിൽ മസിലിലോട്ടുള്ള സ്ട്രെസ് കൂടും. അതുകൊണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ സിമ്പിളായിട്ടുള്ള പെയിൻ കില്ലേഴ്സ്. ഇപ്പം പെയിൻ കില്ലേഴ്സ് ജനറലി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ലോങ് ടൈമായിട്ട് നമ്മൾ പെയിൻ കില്ലേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഭവിഷ്യത്തുകളുണ്ട്. പെയിൻ കില്ലേഴ്സ് കിഡ്നി ഡാമേജ് ഒക്കെ വരുത്താം. ഒരു 3 നാളുകൾ എടുത്തു കഴിഞ്ഞാൽ, മേ ബി മോർ ദാൻ 2 വീക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് എടുക്കുന്നതിന് വലിയ കുഴപ്പമില്ല. സ്പെഷ്യലി നമുക്ക് തന്നെ വാങ്ങിക്കാവുന്ന പാരസെറ്റമോൾ ഉണ്ട് സിമ്പിൾ പെയിൻ ആണെങ്കിൽ. പലരുടെയും വീടുകളിൽ പലപ്പോഴും ഓവർ ആൻഡ് ബ്രൂഫനൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ തോതിൽ എടുക്കുന്നതിന് പ്രശ്നങ്ങളില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നാട്ടുവൈദ്യങ്ങൾ തന്നെ കൊണ്ട് ഈ വേദനകൾ കുറയ്ക്കാവുന്നതാണ്. അതിനോടൊപ്പം പലപ്പോഴും ജെല്ലിനെ പറ്റി എല്ലാവർക്കും അറിയാം. ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് ജെല്ല് യൂസ് ചെയ്യുക. ജെല്ല് അവിടെ ഇടുമ്പോഴത്തേക്ക് നല്ല നീറ്റൽ വരും അല്ലേ? ആ നീറ്റൽ വരുന്നത് ആണ് അതിൻ്റെ ഒരു വേദന കുറയ്ക്കുന്നത്. ആ നീറ്റൽ വരുമ്പോൾ ബ്രെയിനിന് കൺഫ്യൂഷൻ ആവും. ഒരു വേദന അല്ലെങ്കിൽ ഒരു സെൻസേഷൻ മാത്രമേ ബ്രെയിനിന് ഒരു സമയത്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഈ പെയിൻ സെൻസേഷൻ, അല്ലെങ്കിൽ ഈ ബേണിംഗ് സെൻസേഷൻ, ഈ ജെൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ബേണിംഗ് സെൻസേഷൻ. സോ അതൊരു വേറെ ഒരു ഉപായമാണ്. വേറെ ഒരു ഉപായം എന്ന് പറയുന്നത്, നാലാമത്തെ ഒരു ഉപായം ആണ് ഹോട്ട് പാക്ക് അല്ലെങ്കിൽ ചൂട് പിടിക്കുക. ചൂട് പിടിക്കുന്നത് ഹോട്ട് വാട്ടർ ബോട്ടിൽ വെച്ചാകാം, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കിയ ടവലാകാം. അതെന്താണ് ചെയ്യുന്നത്? ഈ ചൂട് വെക്കുമ്പോൾ ആ ഏരിയയിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടുന്നു. ബ്ലഡ് സപ്ലൈ കൂടുമ്പോൾ അതിലുള്ള ഓരോ ബാഡ് കെമിക്കൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പെയിൻ ഉണ്ടാക്കുന്ന കുറേ കെമിക്കൽസിനെ അത് വലിച്ചെടുക്കുകയാണ്. ടോക്സിക് കെമിക്കൽസിനെ അത് വലിച്ച് തിരിച്ച് ബ്ലഡ് സർക്കുലേഷനിലോട്ട് എടുക്കുകയാണ് ആ ഏരിയയിൽ നിന്ന്. അതുകൊണ്ടും കുറേ പെയിൻ കുറയും. പിന്നെയുള്ളത്
വീട്ടിലുള്ള ആൾക്കാർ കുറച്ച് സഹകരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു ബാക്ക് പെയിൻ വന്ന് കിടപ്പിലാന്ന്, അമ്മയോട് പറയരുത് പോയി വെള്ളം പോയി എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ. ആ സമയത്താണ് കുറച്ച് റെസ്റ്റ് വേണ്ടത്. അപ്പം ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സും സഹകരിക്കണം. സോ യൂഷ്വലി ഇതേമാതിരി വരുന്ന വേദന, സിമ്പിളായിട്ടുള്ള ബാക്ക് പെയിൻ, സാധാരണമായിട്ടുള്ള ബാക്ക് പെയിൻ, മേൽ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ, റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ബാക്ക് പെയിൻ ഇതേപോലെ മാനേജ് ചെയ്യാം. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ശരിയാവുന്നതുമാണ്. ശരിയായി കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇനിയും വരാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അത് പിന്നെയും തിരിച്ചു വരും. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്പർ 1, വെയിറ്റ് കൂടുതലാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾക്ക് ഈ വയറ് കൂടുമ്പോൾ, ഈ പ്രഗ്നൻസിയെ പോലെ തന്നെയാണ്, ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരിങ്ങനെ ബാക്ക് ഇങ്ങനെ പിടിച്ചോണ്ടല്ലേ നടക്കുന്നത്. യെസ്, ബിക്കോസ് ഈ മുമ്പിൽ വെയിറ്റ് വരുമ്പോൾ സ്പൈനിലോട്ടുള്ള സ്ട്രെസ് കൂടും. അപ്പം ബാക്കിലെ മസിലിലാണ് ആ സ്ട്രെസ് മാക്സിമം വരുന്നത്. അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ പറയുന്നില്ല. ഓഫ് കോഴ്സ് എവറിബഡി നോസ് ഡയറ്റ്, എക്സസൈസസ്, പല രീതികളുണ്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട്. രണ്ടാമത് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് എർഗോണമിക്സ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബേസിക്കലി ആ ഒരു കറക്റ്റ് വേ ഓഫ് സിറ്റിംഗ്, സ്റ്റാൻഡിങ്, അങ്ങനത്തെ കിടക്കുന്നതും കറക്റ്റ് വേ. അത് മേ ബി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണിച്ചു തരാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നത് പ്രൊലോങ്ഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക. മേ ബി ഒരു 20-30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കുക, പിന്നെ വന്നിരിക്കുക. ഇരിക്കുമ്പോൾ നേരെ ഇരിക്കുക, ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടാവുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നതും ഓൾമോസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, കമ്പ്യൂട്ടർ ഒരു ഐ ലെവലിലായിരിക്കണം. കൈയും ഒത്തിരി പൊങ്ങുകയോ ഒത്തിരി താന്നോ ഇരിക്കാൻ പാടില്ല ആ കീബോർഡിൽ. സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ഫോളോ. ഇതിൻ്റെ കൂടെ തന്നെ കോർ മസിൽ എക്സസൈസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ബാക്കിൻ്റെ എക്സസൈസസ്, സ്പൈനിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് മസിൽസ്. അതാണ് ഈ കോർ എക്സസൈസ് എന്ന് പറയുന്നത്. അത് സ്ട്രോങ് ആക്കിയാൽ സ്പൈനിലോട്ടുള്ള സ്ട്രെയിൻ കുറഞ്ഞിരിക്കും. സോ അതിനുള്ള സ്പെസിഫിക് എക്സസൈസ് ഉണ്ട്. അതിന് ഈ വീഡിയോയിൽ അതിനുള്ള ഒരു സമയമില്ല. സോ ദെയർഫോർ അത് വേറെ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പിന്നെ നാലാമതൊരു കാര്യം, സ്ട്രെസ്സ് വളരെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. വേവലാതി, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ, സ്പെഷ്യലി ഇതേപോലത്തെ ഒരു ഇൻഡസ്ട്രിയലൈസ് സൊസൈറ്റി, ഒരു ടെക്നോളജിക്കൽ സൊസൈറ്റിയിൽ സ്ട്രെസ്സസ് കൂടുതലാണ് ഒരു സിറ്റി ലൈഫിൽ. സോ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ പല രീതികളാവാം. യോഗ, മെഡിറ്റേഷൻ, എല്ലാവർക്കും അവരവരുടേതായ രീതികളുണ്ട് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി. അത് സ്ട്രെസ്സ് കുറച്ചില്ലെങ്കിൽ ബാക്ക് പെയിൻ്റെ ചാൻസസ്, അല്ലെങ്കിൽ ബാക്ക് പെയിൻ ശരിയാവാനുള്ള ചാൻസസ് കുറയും. സിമ്പിൾ ബാക്ക് പെയിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത്. അത് സിമ്പിൾ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതൊന്നും ഇല്ലാത്ത ആളുകളാണ്. ഈ വേദന കുറഞ്ഞില്ലെങ്കിൽ, ഇതൊക്കെ ചെയ്തിട്ടും കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരു മെഡിക്കൽ ഹെൽപ്പ് സ്വീകരിക്കേണ്ടതാണ്. അത് ചിലപ്പോൾ മെഡിക്കൽ ഡോക്ടർ ആകാം, ചിലപ്പോൾ ആയുർവേദ ഡോക്ടർ ആകാം. അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കാണുന്നതാണ് നല്ലത്. പലപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഡോക്ടറെ എൻ്റെ MRI ചെയ്താലോ? സിമ്പിൾ ഒരു ബാക്ക് പെയിൻ വരുമ്പോൾ പലരും MRI ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറയാറുള്ളത്, MRIയിൽ പല കാര്യങ്ങളും കാണും, പക്ഷെ സിമ്പിൾ ബാക്ക് പെയിൻ എപ്പോഴും സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യുക. അഥവാ ശരിയായില്ലെങ്കിൽ മാത്രമേ ഒരു MRI ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബിക്കോസ് ഈ MRIയിലകത്ത് പല കാര്യങ്ങളും, ഡിസ്കിൻ്റെ ബൾജ്, കുറച്ച് തേയ്മാനം, അല്ലെങ്കിൽ ഇച്ചിരി ലിഗമെൻ്റ് പൊന്തിയിരിക്കുന്ന, ഇതെല്ലാം ഈ റിപ്പോർട്ടിനകത്ത് വരും. അതിൽ വരുമ്പോഴത്തേക്ക് അതിനെ ഓർത്ത് വേവലാതിപ്പെടുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. അപ്പം കഴിവതും
MRI സിമ്പിൾ ബാക്ക് പെയിൻ അവോയ്ഡ് ചെയ്യുക. ഒരു പ്രാവശ്യം ഒരു പെയിൻ വന്നും പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ഡേ പോയി ഒരു MRI ചെയ്യണം എന്നില്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, സെൽഫ് ഹീലിംഗ് ആണ്, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പലപ്പോഴും ഇത് തന്നെത്താനെ ശരിയാവാറുണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ ക്ലിനിക്കിൽ കുറേ ആളുകൾ വരും, ഈ നടുവേദന മാത്രമുള്ളവർ. മേജർ ഒരു പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരുമുണ്ട്. ഇങ്ങനെ നടുവേദന മാത്രമുള്ളവരിൽ ഒരു 80% പേഷ്യൻസിനും ഒരു സർജിക്കൽ, ഞാനൊരു സ്പൈൻ സർജൻ ആണെങ്കിലും 80% ആൾക്കാരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഇതേപോലത്തെ ടെക്നീക്സ് വെച്ചുകൊണ്ടാണ്. നോൺ സർജിക്കൽ, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഒന്നും കൊടുക്കാതെയും സർജറി ചെയ്യാതെയുമാണ്. സോ ഒരു സ്പൈൻ സർജൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് പോലും, മെജോറിറ്റി ഓഫ് ദീസ് പേഷ്യൻസിനെ നമുക്ക് സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാം, അത് തന്നെത്താനെ ഹീൽ ചെയ്യാം. അതാണ് ഞാൻ അവരെ പഠിപ്പിക്കുന്നത് ആ സമയത്ത്. ദാറ്റ് പലപ്പോഴും നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ഈ പ്രോബ്ലംസിനെ ഹീൽ ചെയ്യും. നമ്മുടെ കയ്യിലൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് തന്നെത്താനെ നമ്മളൊന്നും ചെയ്തില്ലേ തന്നെ അത് ശരിയാവും, അല്ലേ? അതേപോലെ തന്നെയാണ് പലപ്പോഴും ഈ ബാക്ക് പെയിൻ. ബാക്ക് പെയിൻ പലപ്പോഴും ഒരു മസിൽ ഇഞ്ചുറി കാരണമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതിന് ഒരു സമയം കൊടുക്കണം ഹീൽ ചെയ്യാൻ. ഇനിയും വന്നു കഴിഞ്ഞിട്ട് അത് നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യുക. ഇനി അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള കുറേ ഉപായങ്ങളും ഞാൻ പറഞ്ഞു തന്നു, ഇൻക്ലൂഡിങ് ഡയറ്റ്, എക്സസൈസസ്, സ്പെഷ്യലി ബാക്ക് എക്സസൈസസ്, പിന്നെ കറക്റ്റ് സിറ്റിംഗ് പോസ്ചർ ആൻഡ് അവോയ്ഡിങ് സ്ട്രെസ്. ഈ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ചില പേഷ്യൻസ് ഉണ്ട് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ബാക്ക് പെയിൻ. MRIയിൽ പല കാര്യങ്ങളും കാണാറുണ്ട്. ഒരു 10-15% പേഷ്യൻസിന് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ആ പേഷ്യൻസ് റെയർ ആണെങ്കിലും എല്ലാവർക്കും ഈ സ്പൈൻ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയുണ്ട്. സോ ഇപ്പോഴത്തെ കാലത്ത് അത് മിനിമലി ഇൻവേസീവ് സർജറി അല്ലെങ്കിൽ കീ ഹോൾ സർജറി വഴി നമുക്കത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ചില ഡിസ്ക് പ്രോബ്ലംസ് ഒക്കെ സെയിം ഡേ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് കീ ഹോൾ സർജറി വഴി. അല്ലെങ്കിൽ ചില പേഷ്യൻസിന് സിമ്പിളായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് മാത്രം മതി, ഒരു ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആയിട്ട് ചെയ്യാവുന്നതാണ് ഹോസ്പിറ്റലിൽ. സോ ദേ ക്യാൻ ഗോ ബാക്ക് സെയിം ഡേ or the next day after a keyhole surgery. Thank you for watching. And ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. And please contact us if you need further help.